രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനിടെ ഹൈദരലി മലബാറിലേക്ക് നിയോഗിച്ച സർദാർ ഖാൻ 1782 ഫെബ്രുവരി 8 മേജർ ആർബിറ്റൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സേനയോട് പരാജയപ്പെട്ടു. 1200 മൈസൂർ സൈനികരോടൊപ്പം തടവിലാക്കപ്പെട്ട സർദാർ ഖാൻ അപമാനഭാരം ഭയന്ന് സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തു. സർദാർ ഖാൻ്റെ മരണത്തോടെ ബ്രിട്ടീഷുകാർ മാഹിയിലെ ഫ്രഞ്ച് കോട്ടയും കോഴിക്കോടും പിടിച്ചെടുത്തു. സർദാർ ഖാൻ്റെ മരണത്തോടെ പ്രകോപിതനായ ഹൈദരലി മഖ്ദൂം അലിയെ മലബാറിലേക്ക് അയച്ചു. കോഴിക്കോടിനും പാലക്കാടിനും ഇടയിൽ തൃക്കാളൂർ എന്ന സ്ഥലത്ത് വെച്ച് മഖ്ദൂം അലിയെ കേണൽ ആംബർസ്റ്റൺ കൊന്നുകളഞ്ഞു. എന്നാൽ പാലക്കാട്ടേക്ക് നീങ്ങിയ ആംബർസ്റ്റൺ കടുത്ത മൈസൂർ പ്രതിരോധം കാരണം തിരിച്ചു പോരേണ്ടി വന്നു. ആംബർസ്റ്റൺ പാലക്കാട് പിടിച്ചെടുക്കാൻ ഒക്ടോബർ 21 വീണ്ടും ശ്രമിച്ചെങ്കിലും കടുത്ത പ്രതിരോധം കാരണം ആ ഉദ്യമവും പരാജയപ്പെട്ടു. മഖ്ദൂം അലിയുടെ മരണത്തിൽ ക്ഷോഭിച്ച ഹൈദരലി ഇതിന് പ്രതികാരം ചെയ്യണമെന്ന് ഉറപ്പിച്ചു. മകനായ ടിപ്പു സുൽത്താനോട് ഉടൻ മലബാറിലേക്ക് പുറപ്പെടാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ടിപ്പു സുൽത്താൻ പാലക്കാട് എത്തിയപ്പോഴേക്കും ആംബർസ്റ്റൺ തിരികെ പോയ വാർത്തയാണ് കേട്ടത്. ഇത് ടിപ്പു സുൽത്താനെ നിരാശനാക്കി. മഖ്ദൂം അലിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ ടിപ്പു സുൽത്താനും സൈന്യവും പുറകെ കുതിച്ചു. രാമഗിരിയിൽ വെച്ച് ടിപ്പു സുൽത്താൻ ആംബർസ്റ്റൻ്റെ സൈന്യത്തിനൊപ്പമെത്തി. ഭയന്ന് ഓടുകയായിരുന്ന ആംബർസ്റ്റൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സേനയെ ടിപ്പു സുൽത്താൻ പിന്തുടർന്ന് ആക്രമിച്ചു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ തിരിഞ്ഞോടിയ ആംബർസ്റ്റൺ പൊന്നാനിയിൽ എത്തിച്ചേർന്നു. പൊന്നാനിയിൽ ഒരു ഭാഗത്ത് പുഴയും മറുഭാഗത്ത് കടലുമായതുകൊണ്ട് ഇംഗ്ലീഷ് സേനയ്ക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ലെന്ന് ടിപ്പു സുൽത്താൻ കണക്കുകൂട്ടി. എന്നാൽ ആ കണക്കുകൂട്ടൽ തെറ്റി. അടുത്ത ദിവസം രാവിലെ ഇംഗ്ലീഷ് സേനയെ വകവരുത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ടിപ്പു സുൽത്താൻ. പക്ഷേ സുൽത്താൻ്റെ ആ തന്ത്രം പാളി. രാത്രിയിൽ തദ്ദേശീയരായ ചിലരുടെ സഹായത്തോടെ പുഴയുടെ ആഴം കുറഞ്ഞ ഭാഗം കണ്ടെത്തി ഇംഗ്ലീഷ് സേന പൊന്നാനിപ്പുഴ കടന്നു. ഉയരം കൂടിയ സൈനികർക്ക് മൂക്ക് വരെ വെള്ളമുണ്ടായിരുന്നു. ഉയരം കുറഞ്ഞവരെ മറ്റുള്ളവർ സഹായിച്ചു. ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഇംഗ്ലീഷ് സേന പാതിരാത്രിയുടെ മറവിൽ പുഴ കടന്ന് രക്ഷപ്പെട്ടു. ഇതിനിടെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു സംഭവം ചിറ്റൂരിനടുത്ത നരസിംഹരായപേട്ടിൽ നടന്നിരുന്നു. ഗുരുതരമായ ക്യാൻസർ രോഗം പിടിപെട്ട് ഹൈദരലി മരണപ്പെട്ടു. ഹിന്ദു, മുസ്ലിം, ഫ്രഞ്ച് വൈദ്യന്മാർ നടത്തിയ നിരന്തര പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ് മകനെ കാണാൻ ആഗ്രഹിച്ച പിതാവ് മകനെ വിളിച്ചു വരുത്താൻ നിർദ്ദേശിച്ചു. ഹൈദരലിക്ക് അപ്പോൾ 62 വയസ്സായിരുന്നു പ്രായം. രാത്രിയിൽ തൻ്റെ ചുറ്റും കൂടി നിന്നവരോട് അന്ന് ഏതാണ് ദിവസമെന്ന് അദ്ദേഹം ചോദിച്ചറിഞ്ഞു. മുഹറം പിറക്കുന്ന ദിവസമാണെന്ന് കൂടി നിന്നവർ മറുപടി നൽകി. തുടർന്ന് ഹൈദരലി കുളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ആളുകൾ അദ്ദേഹത്തെ കുളിപ്പിച്ച് വസ്ത്രങ്ങൾ മാറ്റി. ഹൈദരലി പ്രാർത്ഥനയിൽ മുഴുകി. ഖുർആൻ പാരായണം ചെയ്ത് കൈകളിലൂതി അദ്ദേഹം ശരീരത്തിൽ തടവി. സർക്കാർ ജീവനക്കാർക്ക് 1 മാസത്തെ ശമ്പളം ബോണസായി നൽകാൻ കൽപ്പന പുറപ്പെടുവിച്ചു. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ വിശ്വസ്തരായ പൂർണ്ണയ്യ, മിർസാദിഖ്, മുഹമ്മദ് അലി, കൃഷ്ണറാവു, ഖാസി ഖാൻ, ഷമ്മയ്യ, ബദറുസമാൻ ഖാൻ, മഹാമിർസ ഖാൻ, അബു മുഹമ്മദ് എന്നിവരെ വിളിച്ചു വരുത്തി തന്നോട് കാണിക്കുന്ന വിശ്വസ്തത നാളെ മകനായ ടിപ്പു സുൽത്താനോടും കാണിക്കണമെന്ന് ഹൈദരലി അഭ്യർത്ഥിച്ചു. ടിപ്പുവിനെ വിളിച്ചു കൊണ്ടുവരാൻ മഹാമിർസ ഖാൻ ഉടനെ തന്നെ പുറപ്പെട്ടു. ഇതിനിടെ പൊന്നാനിപ്പുഴ കടന്നുപോയ ആംബർസ്റ്റോണിനെയും സംഘത്തെയും അടുത്ത ദിവസം പിന്തുടർന്ന് ഏതുവിധേനയും മഖ്ദൂം അലിയുടെയും സർദാർ ഖാൻ്റെയും മരണത്തിന് പ്രതികാരം ചോദിക്കാൻ തിളച്ചു മറിയുകയായിരുന്നു ടിപ്പു സുൽത്താൻ്റെ മനസ്സ്. എങ്ങനെയെങ്കിലും നേരം പുലർന്ന് പുഴ കടക്കാനുള്ള തത്രപ്പാടിൽ നിൽക്കുമ്പോഴാണ് ടിപ്പു സുൽത്താനെ തേടി പിതാവിൻ്റെ ഗുരുതര രോഗം സംബന്ധിച്ച വാർത്തയെത്തുന്നത്. പിതാവിൻ്റെ നിർദ്ദേശം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ദുഃഖവുമായി, കടിച്ചമർത്തിയ വേദനയുമായി ടിപ്പു സുൽത്താൻ എല്ലാം അവസാനിപ്പിച്ച് ചിറ്റൂരിലേക്ക് പുറപ്പെട്ടു. മറുഭാഗത്ത് ചിറ്റൂരിൽ ഹൈദരലിയുടെ മരണവിവരം ടിപ്പു സുൽത്താൻ എത്തി അധികാരമേൽക്കുന്നതുവരെ പരിപൂർണമായും രഹസ്യമാക്കി വെക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. ആഭ്യന്തര കലാപം തടയാനായിരുന്നു ഇങ്ങനെ ചെയ്തത്. മൃതശരീരം ഒരു പേടകത്തിൽ സൂക്ഷിച്ചു. ഒരു വലിയ നിധിപേടകമെന്ന് പ്രചരിപ്പിച്ച് മൃതശരീരം ശ്രീരംഗപട്ടണത്തേക്ക് പുറപ്പെട്ടു. ഇതിനിടെ ഹൈദരലിയുടെ മൃതശരീരം പിതാവായ ഫത്തേഹ് മുഹമ്മദിൻ്റെ ശവക്കല്ലറക്കടുത്ത് അല്പസമയം വെച്ചു. ഇതിനിടെ രഹസ്യമാക്കി വെച്ച മരണവിവരം ചോർന്നു തുടങ്ങി. ഭയപ്പെട്ടതുപോലെ തന്നെ 4000-ൽ പരം കുതിരപ്പടയാളികളെ നിയന്ത്രിച്ചിരുന്ന മുഹമ്മദ് അമീനും മുഹമ്മദ് ബക്ഷിയും ചേർന്ന് ടിപ്പു സുൽത്താൻ്റെ സഹോദരനായ കരീം സാഹിബിനെ രാജാവാക്കാൻ ശ്രമം നടത്തി. ദുർബലനായ കരീം സാഹിബിനെ അധികാരത്തിലെത്തിയാൽ തങ്ങൾക്ക് ഭരണം നടത്താമെന്ന ചിന്തയായിരുന്നു അവരെ നയിച്ചത്. സമയോചിതമായ ഇടപെടലിലൂടെ സൈന്യം ഈ നീക്കത്തിന് തടയിട്ടു. പിതാവിൻ്റെ മയ്യത്ത് കണ്ട ടിപ്പു സുൽത്താൻ വിതുമ്പിക്കരഞ്ഞു. പിതാവിൻ്റെ മരണത്തിൽ ദുഃഖസൂചകമായി അദ്ദേഹം വെറും തറയിലാണ് ഇരുന്നത്. മൃതശരീരം ശ്രീരംഗപട്ടണത്ത് കൊണ്ടുവന്ന് പ്രത്യേകം ശവക്കല്ലറയിൽ മറവ് ചെയ്തു. അതോടെ മൈസൂർ ചരിത്രത്തിലെ വലിയൊരു യുഗം അവസാനിക്കുകയായിരുന്നു. നന്ദി, നമസ്കാരം.